7 ways America can win the ceasefire and the war എന്ന ജോൺ പിഹറിയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു. തികഞ്ഞ യാഥാസ്ഥിതിക റിപ്പബ്ലിക്കനും വാഷിങ്ടണിലെ EFP അഡ്വക്കസിയിലെ പങ്കാളിയുമായ ജോൺ പിഹറി വാഷിങ്ടണിലെ മികച്ച ലോബിയിസ്റ്റുകളിൽ അഥവാ നിയമനിർമ്മാണ വക്താക്കളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. ഇറാനെതിരായ യുദ്ധത്തിൽ US പരാജയപ്പെട്ടുവെന്ന് വോട്ടർമാർ മനസ്സിലാക്കിയാൽ തീർച്ചയായും റിപ്പബ്ലിക്കന്മാർക്ക് ഭരണം നഷ്ടപ്പെടും. മറുവശത്ത് ഇറാനുമായുള്ള ഈ യുദ്ധത്തിലൂടെ അമേരിക്ക നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് വോട്ടർമാർ മനസ്സിലാക്കുകയും വേനൽക്കാലത്തോടെ അമേരിക്കയിൽ ജീവിതം സാധാരണ നിലയിലാവുകയും ചെയ്താൽ നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർക്ക് അത് നേട്ടമായി ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും തങ്ങൾ വിജയിച്ചു എന്നൊരു തോന്നൽ അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു വേണം സമാധാനം കൈവരിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അമേരിക്ക എങ്ങനെ യുദ്ധം ജയിക്കണമെന്നതിനെക്കുറിച്ച് ജോൺ പിഹറി 7 നിർദ്ദേശങ്ങൾ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. വായിച്ചപ്പോൾ എത്രമാത്രം അപഹാസ്യമായ പദ്ധതികളാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നതെന്ന് ഞാൻ അതിശയിച്ചു പോയി. അമേരിക്കയിലെ ഒരു റിപ്പബ്ലിക്കൻ്റെ മനസ്സാണ് അതിലൂടെ പ്രതിഫലിക്കുന്നത്. അതിൽ അദ്ദേഹം യുദ്ധം ജയിക്കാൻ പറയുന്ന ആദ്യ കാര്യം ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറക്കണം. ആഗോള സമ്പദ്വ്യവസ്ഥയിലും എണ്ണവിലയിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അമേരിക്കൻ ഭരണകൂടം എന്നതിനാൽ ഇതായിരിക്കണം പ്രധാന ലക്ഷ്യം എന്നാണ്. രണ്ടാമതായി പറയുന്നത് ഇറാനിയൻ ഭരണകൂടത്തിന് മേൽ US ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിപ്പിക്കണം എന്നാണ്. അതിനായി ബോംബിംഗ് നിർത്തുക, പകരം ഇറാനിൽ ആഭ്യന്തര കലാപമുണ്ടാക്കുന്നതിനായി അവിടുത്തെ പ്രതിഷേധ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗം കഴിയുന്നതെല്ലാം ചെയ്യുക, അവരെ ആയുധങ്ങളും വിഭവങ്ങളും നൽകി സഹായിക്കുക എന്നാണ്. പാലങ്ങളും എണ്ണശുദ്ധീകരണശാലകളും ബോംബിടുന്നത് അമേരിക്കക്കാരുടെ ഒരു വലിയ മണ്ടത്തരമാകുമായിരുന്നു. കാരണം അത് ഇറാനിലെ വിമതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് അവിടെ ഉയർത്തുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ലോകത്ത് മുഴുവനും തീവ്രവാദ പ്രവർത്തനങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഉണ്ടാക്കുന്നത് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഗൂഢപ്രവർത്തനങ്ങളിൽ ഒന്നാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല, ഇറാനിലെ വിമതർക്ക് ധനസഹായവും പ്രോത്സാഹനവും നൽകുന്നതും അമേരിക്കയാണെന്നും വ്യക്തമാകുന്നു. മൂന്നാമതായി അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അമേരിക്ക അതിൻ്റെ പരമ്പരാഗത സഖ്യകക്ഷികളായ നാറ്റോയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം എന്നാണ്. കാരണം ഇറാൻ മാത്രമല്ല, റഷ്യയും ചൈനയും നാറ്റോയ്ക്കുള്ളിലെ ഇപ്പോഴത്തെ സംഘർഷങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. നാറ്റോ തകരുന്നതിൽ അവർ സന്തോഷിക്കുന്നു. അതുണ്ടാവരുത് എന്നുമാണ് പിഹറി മുന്നറിയിപ്പ് നൽകുന്നത്. നാലാമതായി ട്രംപ് ഭരണകൂടം അതിൻ്റെ പ്രസ്താവനകൾ ഇറക്കുന്ന ഇപ്പോഴത്തെ മണ്ടത്തരം ഒഴിവാക്കണമെന്നും ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ US പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്നും പിഹറി കണ്ടെത്തുന്നു. പ്രസിഡന്റിൻ്റെ പരമാവധി വാചാടോപത്തിന് പിന്നിലെ പ്രചോദനം ഇറാനെ ഭയപ്പെടുത്തുക എന്നതാണെങ്കിലും ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ കഴിയുന്ന ബട്ടണിൽ വിരൽ വയ്ക്കാൻ സാധ്യതയുള്ള പ്രസിഡന്റ് ഒരു ഭ്രാന്തനാണെന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികളെ ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം മണ്ടത്തരം നിറഞ്ഞ പ്രസ്താവനകൾ ചെയ്യുന്നതെന്നും അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിനാശത്തിന് കാരണമാകുമെന്നും പിഹറി ഓർമ്മിപ്പിക്കുന്നു. കാരണം അമേരിക്കൻ ജനത ഇപ്പോൾ ആശങ്കാകുലരാണ്. പോപ്പ് പോലും അമ്പരന്നു, ട്രംപിനെതിരെ തിരിഞ്ഞു. പ്രസിഡന്റിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരാധകരിൽ ചിലർ പോലും US ഭരണഘടനയുടെ 25ാം ഭേദഗതിയിലൂടെ ട്രംപിനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് നല്ല സൂചനയല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ യുദ്ധ സെക്രട്ടറി പീറ്റ് എക്സത്തിൻ്റെ സന്ദേശവും അത്ര മികച്ചതായിരുന്നില്ല എന്നാണ് ജോൺ പിഹറിയുടെ വിലയിരുത്തൽ. ഇതിനെ റിപ്പബ്ലിക്കുകൾ മറ്റൊരു ക്രിസ്ത്യൻ കുരിശുയുദ്ധം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് ഇത് സഹായകരമല്ല എന്നാണ് ജോൺ പിഹറി വിലയിരുത്തുന്നത്. അഞ്ചാമതായി ഇറാനിയൻ ജനതയ്ക്കും മേഖലയ്ക്കും സമാധാനം കൊണ്ട് എന്താണ് തങ്ങൾ അർത്ഥമാക്കുന്നതെന്ന് ട്രംപ് പൂർണ്ണമായും വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. വെനിസ്വലയിൽ സംഭവിക്കുന്നത് ഇറാനിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അമേരിക്ക അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തലവനെ വെട്ടിക്കളഞ്ഞു. പക്ഷേ ബാക്കിയുള്ള രാഷ്ട്രീയ സ്ഥാപനം ഇപ്പോഴും മിക്കവാറും അതേ സ്ഥാനത്ത് തന്നെയാണ്. ഭരണത്തിൽ പൂർണ്ണമായ മാറ്റം അമേരിക്കയ്ക്ക് ആവശ്യമില്ല. അതേസമയം നിലവിലെ ഭരണകൂടത്തിൻ്റെ മനോഭാവത്തിൽ പൂർണ്ണമായ മാറ്റം ആവശ്യമാണ്. അത് അവരെ ബോധ്യപ്പെടുത്തുക, അതിലൂടെ വെനിസ്വലയിലെന്ന പോലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ അവിടെ സ്ഥാപിച്ചെടുക്കാനാവുമെന്നും ജോൺ പിഹറി പ്രതീക്ഷിക്കുന്നു. അതായത് വെനിസ്വലയിലെ എണ്ണയും വിഭവങ്ങളും തട്ടിയെടുക്കുന്ന പോലെ ഇറാൻ്റെ എണ്ണയും വിഭവങ്ങളും തട്ടിയെടുക്കാമെന്നാണ് വ്യാമോഹം. ആറാമതായി ഒരു ശാശ്വത സമാധാന കരാറിൽ നിന്ന് അമേരിക്ക എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇറാനിയൻ ഭരണകൂടത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് എന്താണ് വേണ്ടതെന്നും ട്രംപ് വ്യക്തമാക്കേണ്ടതുണ്ട്.
അമേരിക്കയ്ക്ക് ആദ്യം വേണ്ടത് യഥാർത്ഥ സമാധാനമാണ്. അതിനായി നേരിട്ടുള്ള യുദ്ധം ആവശ്യമില്ല. തീവ്രവാദത്തിനും തീവ്രവാദ സഹായ സംഘടനകൾക്കും ഇസ്രയേലിനും ധനസഹായം നൽകിയാൽ മതിയെന്നാണ് ജോൺ പിഹറിയുടെ നിർദ്ദേശം. അതായത് തീവ്രവാദികൾക്കും ഇസ്രയേലിനും എപ്പോഴും ധനസഹായം നൽകുന്നത് അമേരിക്കയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനം. അമേരിക്കയുടെ സമാധാനത്തിന് വേണ്ടി ഇസ്രയേലിനും തീവ്രവാദികൾക്കും ആയുധവും ധനസഹായവും നൽകുന്നത് തുടരണമെന്നാണ് ജോൺ പിഹറിയുടെ നിർദ്ദേശം. കഷ്ടം. ഏഴാമതായി, ഇസ്രയേലിൻ്റെ ലക്ഷ്യങ്ങൾ അമേരിക്കയുടേതുമായി യോജിക്കുന്നുവെന്ന് ട്രംപ് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിന് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ചില തുറന്ന ചർച്ചകൾ ആവശ്യമായി വരും. കുറഞ്ഞ ചെലവിൽ ഇറാനിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു ദ്രുത യുദ്ധമാണിതെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ഏറെ സന്തോഷിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അത് സംഭവിച്ചിട്ടില്ല എന്ന് പിഹറി വിലയിരുത്തുന്നു. ഹിസ്ബുള്ളക്കെതിരെ മിസൈലുകൾ അയക്കുന്നതിൽ ഇസ്രയേലികൾ ഇപ്പോൾ മടുത്തിരിക്കുകയാണെന്നും എന്നാൽ എന്നേക്കുമായി യുദ്ധം തുടരുക എന്നത് നെതന്യാഹുവിൻ്റെ മാത്രം രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്നും പിഹറി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതിനി അമേരിക്കൻ ജനതയ്ക്ക് പ്രയോജനപ്പെടുന്നില്ലെന്നും ജോൺ പിഹറി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോൺ പിഹറിയുടെ ഈ ലേഖനത്തിലൂടെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞെട്ടിക്കുന്നതാണ്. അതായത് തീവ്രവാദികൾക്കും ഇസ്രയേലിനും ധനസഹായവും ആയുധവും നൽകുന്നത് അമേരിക്കയാണ്. അതിനിയും കൂടുതലായി തുടരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുപോലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ലോകത്തിലെവിടെയും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുന്നതിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും ഈ ലേഖനത്തിലൂടെ വായിച്ചെടുക്കാനാവും. അതിനായി അമേരിക്കയോടൊപ്പം വീണ്ടും കൂടുതൽ കരുത്തോടെ എല്ലാ നാറ്റോ രാജ്യങ്ങളെയും ചേർക്കുക എന്നാണ് ജോൺ പിഹറി നിർദ്ദേശിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇതാണ് ജോൺ പിഹറിയുടെ മാത്രമല്ല അമേരിക്കയുടെയും ഗൂഢലക്ഷ്യം. ഇതിലൂടെയാണ് അവർ ലോക പോലീസ് ചമയുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ടത് ലോക മനസാക്ഷിയുടെ ബാധ്യത തന്നെയാണ്. യുദ്ധം ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിച്ചാലും വളഞ്ഞ വഴിക്ക് ഇറാനെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാൻ ഇത് മനസ്സിലാക്കുന്നതാണ് ചർച്ച പരാജയപ്പെടാനുള്ള പ്രധാന കാരണവും.